ഈ ഗായ്സ് പൊളിക്കണം പിടിച്ചെടുക്കാനും മസ്റ്റ് ഫൺ ഗെയിമിങ്ങിലെ പുതിരിലേക്ക് എല്ലാ ചങ്കം മച്ചന്മാർക്കും സ്വാഗതം. എപ്പോഴും തെറ്റിപ്പോകും ഗൈസ്. മാസ്ക് ഫൺ 2.0ലേക്ക് എല്ലാ ചങ്കം മച്ചന്മാർക്കും സ്വാഗതം. ഗൈസ് നമ്മൾ ഇന്ന് ഒരു വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് KTM RC390. നിങ്ങൾക്ക് കണ്ടപ്പം മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാം. അതെ, നമ്മളിനി നമ്മുടെ ഫ്രാങ്ക്ലിന് വേണ്ടി ഗേൾ ഫ്രണ്ടിനെ സെറ്റാക്കാൻ പോവാണ്. ഓക്കെ, അതിനു വേണ്ടിയാണ് ഞാൻ ഈ കാണുന്ന RC390 എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. വണ്ടി എടുത്തിട്ട് നേരെ ബീച്ച് സൈഡ് ഇരിക്കാം. അപ്പോൾ അവിടെ കുറേ ഗേൾസൊക്കെ ഉണ്ടാകും. അപ്പോഴത്തേക്ക് നമുക്ക് ഹെൽമെറ്റൊക്കെ വെക്കാം. ഓക്കെ, അതാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ആര് തന്നെ കുളിച്ച് കുട്ടപ്പനായി നിൽക്കുന്നത്. നമുക്ക് ഫ്രണ്ടൊക്കെ ഒന്ന് വെക്കാം. അപ്പോഴേ ഗേൾസ് കേൾക്കുന്നു. KTM പോകണോ അതോ ഡ്യൂക്കി പോകണോ എന്നാണ് KTM ലൈറ്റ് യൂസിന്. എന്നാലും ഞങ്ങൾക്ക് ഓഫ് റോഡൊക്കെ പറ്റുമോ? ഓഫ് റോഡൊക്കെ ആകുമ്പോൾ വന്നിട്ട് നേരെ ബീച്ച് പിടിക്കാം. നല്ല തന്നിട്ട് ടയർ പിടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടെൻ്റെ ചേട്ട മാറിയില്ല. ഞാൻ പിന്നെ ഈ വണ്ടി ഓടിക്കുന്ന ജോലിസ്റ്റാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തിനു പറഞ്ഞു ഇപ്പം എൻ്റെ സെക്കൻഡ് ചാനലിൽ മാത്രമേ ഇനിയിപ്പോൾ നമ്മൾ ഇനി വീഡിയോ ഇടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ചാനലിൽ ഞാൻ GTA 5 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് അറിയുന്നതിനാണ് ഞാൻ എനിക്ക് പറഞ്ഞത്. പിന്നെ സ്റ്റോറി വീഡിയോ തന്നെയാണ് കാര്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓൾറൈറ്റ്, നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം ബീച്ച് കിട്ടും. നമ്മുടെ അല്ല എന്നാലും ഷോകാണില്ല പട്ടിജാണ് വണ്ടി 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 നമുക്കൊരു കാര്യമില്ല. ഈ വണ്ടിയുടെ ഫ്രണ്ട് ടയറൊന്ന് പൊക്കിക്കൊണ്ട് പോകാം. ഓഫോൺ കിട്ടും, അല്ലെങ്കിൽ വണ്ടിക്ക് കാണും. അവിടെ ഇവിടെ നിന്ന് കുറ്റ നിങ്ങളുടെ ഫ്രണ്ട് വെക്കാം. ആ ഏള് നമ്മളെ ശ്രദ്ധിച്ചില്ല. കയറി നമ്മുടെ അതിലേക്ക് പൊക്കാൻ പറ്റും. നമുക്ക് കാര്യം അതിനെ മനസ്സിലാക്കി തട്ടാം. ഓക്കെ, ഇറക്കാം. എന്തോ എന്തിൻ്റെ കുഴപ്പമോടെ ഓച്ചെടുക്കാം. അതിൻ്റെ തന്തയ്ക്കില്ല പിന്നെ ചോദിച്ചേട്ടാ എന്തിൻ്റെ കാര്യം അല്ല നമ്മളെ ചോദിച്ച നമ്മളെ തിരിച്ചു മറുപടി അറിയുന്നത് നമ്മളൊക്കെ പട്ടിഷോ ചേട്ടാ ലിഫ്റ്റ്. ഓക്കെ കേൾക്കോ? ഓക്കെ ചേട്ടാ, താങ്ക് യു. അല്ല മോളെ, അവളുടെ പേരെന്താ? എന്റെയോ? അത് സീക്രട്ട് സീക്രട്ട് പറ. അല്ല വൈദ്യുതി എങ്ങോട്ടാ പോകുന്നത്? എനിക്കോ? എനിക്ക് ഒരു വീട് വേണമായിരുന്നു. ആ ലൊക്കേഷൻ അയച്ചോ? ഓക്കെ. എനിക്കല്ല ലൊക്കേഷൻ അയക്കണ്ട.
ആ ശരിയാണോ പറഞ്ഞ മാർക്ക് സോറി. ആ ഒന്നെങ്കിൽ ആട്ടെ. എൻ്റെ കുട്ടിയുടെ പേരെന്താണ്? എൻ്റെ പേര് അത് അത് സീക്രട്ടാണ്. ആരുടെ എവിടെയൊക്കെ വണ്ടി ഓടിക്കുന്നത്? എൻ്റെ പേര് ശരിക്കും പറ. എൻ്റെ പേര് രേഖ. ഇത് പറയാനായിരുന്നു പഠിപ്പിച്ചത്. ഇതെൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര്. ശരിക്കത്തെ പേര് ഞാൻ പറയാം. എന്നെ പറഞ്ഞു കളിക്കും. അത് പറയുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ലൈക്ക് അടിച്ച് ചാനൽ സബ് ചെയ്യണം. അപ്പം കുട്ടി പറഞ്ഞവരെല്ലാം ചെയ്യും. നമുക്ക് ലൈൻ ആക്കണം. ഇനിയെങ്കിലും പറഞ്ഞു കളിക്കും. ആ ശരി. അയ്യോ അയ്യോ അതാണ് പേര്. അല്ല, എൻ്റെ പേര് ശരിക്കും പറഞ്ഞു ട്രേസി. എന്തോ ട്രേസിയോ? കൊള്ളാലോ പേരൊക്കെ. അയ്യോ ഇച്ചിരി സ്പീഡ് കുറച്ച്. പേടിക്കണ്ട കുട്ടി, ഞാൻ പ്രോയാ. പ്രോന്ന് പറയുന്നത് കുട്ടിയെ കൊണ്ട് തള്ളിയില്ലല്ലോ. ചോദിച്ചു പോയവൻ ഭാഗ്യം പറയുന്നില്ല. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ കുട്ടിയുടെ ലൊക്കേഷൻ ഇച്ചിരി ദൂരമാണല്ലോ. ചേട്ടന് ഫ്രാങ്ക്ലിനെ അറിയോ? ഫ്രാങ്ക്ലിനോ? അറിയാലോ. അതെന്റെ ബോയ് ഫ്രണ്ടാ. അതെ കുട്ടി, അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? എന്നെ ലൈനടിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുട്ടി ലവ് ചെയ്യുന്നത് എന്നെ. ഞാനാണ് ശേഷം ഇന്ത്യയുടെ മെയിൻ ആളായ ഫ്രാങ്ക്ലി. പറ്റിക്കാണോ? എങ്ങനെ ഇരിക്കണം? കാണിച്ചു തരാം. കുട്ടി കഴിച്ചെന്ന ലൊക്കേഷൻ ഇതല്ലേ? അതെ, ഇതെന്റെ വീടാണ്. എന്റെ വീടാ കുട്ടി. ആണോ? ചേട്ടന് ബൈക്ക് മാത്രമാണോ? കാറൊന്നുമില്ല? ഉണ്ട്, കാറുണ്ട്. ഞാൻ കാണിച്ചു തരാം. കുട്ടി, ഇതാണ് എൻ്റെ കാറ്. ഫെറാറിയോ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ ചേട്ടാ, നമുക്കൊരു ട്രിപ്പ് പോവാം. ട്രിപ്പോ? ഒരു ഓഫ് റോഡ്. ഈ വണ്ടിയിലാകാറുണ്ടോ? പിന്നില്ലാതെ. നമ്മളാണെങ്കിൽ ഒരു വണ്ടി റെന്റിനെടുത്ത്. ഓക്കെ, ആ വണ്ടി ഇവക്കറിയില്ല, ഞാൻ റെന്റിനെടുത്താണ്. അതെ ചേട്ടാ, ഇത് എവിടെ നിന്നാ കൊണ്ടു തന്നെ? ഇതെൻ്റെ ഫ്രണ്ട് കൊണ്ടുപോയി റെന്റിനെടുത്തോണ്ട് പറയണ്ട. ബാ കയറി പോവാ. ചേട്ടാ ഓക്കെ, നമ്മളിത് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കണം. പത്തന്നെ ഇടിച്ച് റെന്റിനെടുത്തോണ്ട്. എന്താ ചേട്ടാ പറഞ്ഞു? ഇടിച്ച് മേടിച്ചിട്ട് പറിക്കാൻ പോകുന്നു. ഇതിപ്പോ ഈ നേതാ ശരിക്കും കുട്ടിക്ക് വെള്ളമുണ്ട്. ഉണ്ടായിരുന്നു. അയാളുടെ പേര് ലെസ്റ്റർ. ആ പുള്ളി ഒരു ഹാക്കറൊക്കെ. ആ പുള്ളി പക്ഷേ കൊല്ലാനൊക്കെ നോക്കി. എന്നിട്ട് എന്നെ ഇപ്പൊ ഭീഷണിപ്പെടുത്തിയാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കിയത്. എങ്ങനെ ഒരു കാര്യം പറ, ഞാൻ സോൾവ് ആക്കി നോക്കാം. അത് വേറൊന്നല്ല, ഈ കാണുന്ന ഒരു ഫോട്ടോ മൈക്കിളുടെ ഫോട്ടോ. കണ്ട് ഇയാളെ കൊല്ലണം. പിന്നെ വേറെ ഒരാളും ഉണ്ട്. ഇത് ട്രവറിന്റെ ഫോട്ടോ അല്ല, ഇനിയുണ്ട് രണ്ടെണ്ണം കൂടെ. ശരിക്കും 4 ഫോട്ടോ ഉണ്ട്. ഇത് സിമിയോണും ഇത് ബെന്നി. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ആരുമില്ല. പിന്നെ ഒരാളും ഉണ്ട്. അയാള്
പക്ഷെ ഏതോ ഒരു വലിയ റിച്ച മനസ്സിലായി ആരാണ്? ജിമ്മി അല്ലേ? എങ്ങനെ മനസ്സിലായി? എനിക്കറിയാം ജിമ്മി. എന്റെ അമ്മച്ചി, അയ്യാ ചേട്ടാ, പിടിച്ചിരുന്ന കുളം ഫ്രണ്ടിലെടുത്ത മോളെ പിടിച്ചിരുന്നു. ഞാൻ ഈ വണ്ടി കടപ്പിക്കാനോ? അയ്യോ പേടിക്കണ്ട, ഛർദിച്ചിട്ട് ബെസ്റ്റ് വേണ്ട. അവിടെ നിന്ന് ഛർദിക്കുന്നു. കഴിഞ്ഞോ? കുറേ വെള്ളമുണ്ട്, എടുത്ത് കൂടി. കുട്ടി നമ്മൾ ഈ വണ്ടി റെന്റില്ല, നമ്മുടെ ഫെരാരി ചുമ്മാ റെന്റിനാണ് കൊടുത്തു. ചേച്ചി നമുക്ക് ഫെരാരിയിൽ റെന്റായിരുന്നു. അതായത് മോളെ ഇവിടെയാണ് റെന്റിന് കൊടുക്കുന്ന സ്ഥലത്ത്. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ഫെരാരി തിരിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അവന്മാർ അടുത്തത് നമ്മൾ നല്ല രീതിക്കാണ് ഓക്കെ ഗൈസ്. നമ്മളങ്ങനെ നമ്മുടെ ഈ ഒരു ഗെയിമിൽ ലൈന് സെറ്റാക്കി. ഞാനെന്ത് പറയുന്നു, എടുത്ത വണ്ടികളെ ഇങ്ങനെ വെക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നത് സ്വന്തം പെട്രോൾ പമ്പിൽ നോക്കാം. അപ്പോൾ ഇതോളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ചാനൽ സമയത്തുണ്ടെങ്കിൽ ചാനലും കൂടെ സബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ഗുഡ് ബൈ. എടി നീ എന്തിനാ പറയുന്നത്? ഞാൻ പറഞ്ഞോളാം. ഓക്കെ ചേട്ടാ. അപ്പോൾ ഗുഡ് ബൈ.